ഹലോ, ഇതൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ്. വൈകുന്നേരത്തേക്ക് അതായത് രാത്രിക്കൽക്കിന് സോയാബീൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ റെഡിയാക്കി വെച്ച സോയാബീൻക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ മിക്സാക്കി പിന്നെ അത് പൊരിച്ചാൽ തന്നു. ആദ്യം കുറച്ച് വെല്ലുള്ളി പൊരിച്ചെടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തു. സോയാബീൻ മസാല ആക്കിയ സോയാബീൻ ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തു. പിന്നെ ദാ കുറച്ചതിനേക്ക് സോയാബീൻ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ദാ അതിൽ കാണാമല്ലേ, അതേപോലെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ദാ ഞാൻ മസാലയ്ക്കുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ഉള്ളി വാട്ടാൻ വെച്ചു. പിന്നെ ദാ അപ്പോഴേക്കിന് ഐസിനും അതൊക്കെ വന്നിക്കണു. അപ്പോൾ ഞാൻ പൊരിച്ച് വെച്ച സോയാബീൻ ഒന്ന് കൊടുത്തു നോക്കി. അപ്പോൾ രണ്ടാൾക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കും. പിന്നെ ദാ ഉള്ളി നല്ലോണം വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി മിക്സാക്കി കൊടുത്തു. തക്കാളി ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. അത് മിക്സായി. പിന്നെ ദാ ഇവിടെ ഒരാൾ നല്ല കുക്കിങ്ങിലാണ്. ഞാൻ ചെയ്യണ പോലെ ചെയ്യാണ് അപ്പുറത്തെ ഗ്യാസിൽ. അത് കത്തിച്ചിട്ടൊന്നുമില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ഇളക്കും പോലെ ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ അതാ നല്ലോണം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുത്തു. നല്ലോണം മിക്സാക്കി കൊടുത്തു. പിന്നെ ഇതാ മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സാക്കുകയാണ്. പൊടികളൊക്കെ ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ പൊരിച്ച് വെച്ച സോയാബീനും ഒക്കെ ഇട്ട് കൊടുത്തു. ഇതാ മസാല സെറ്റായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ റെഡിയായി വന്നപ്പോൾ ഇതാ ഒരാൾ ഇവിടെ ടേസ്റ്റ് നോക്കുകയാണ്. ടേസ്റ്റ് നോക്കിയിട്ട് എന്തൊക്കെയോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്പൂണ് കഴുകിയ രൂപത്തിൽ ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ചോറിനുള്ള പരിപാടി തുടങ്ങി. നെയ്യിട്ട് അതിൽ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ വെള്ളം തിളച്ചപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചു. അങ്ങനെ ഇതാ നമ്മളെ ചോറ് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സോയാബീൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിൻ്റെ കുറേ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ ഒക്കെ മിക്സാക്കി ചോറ് റെഡിയായി. ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിരിക്കണു. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഞാൻ മസാല ആക്കിയില്ല, ഇനി കുട്ടികൾക്ക് മസാല ഇല്ലാത്തത് വേണമെന്ന് കരുതിയിട്ട്. പിന്നെ അതാ എല്ലാവരും ഫുഡ് കഴിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.